PM ശ്രീയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എൻ ഷംസുദ്ദീൻ വിദ്യാഭ്യാസ മന്ത്രി അല്ലാത്ത സമയത്ത് പ്രസംഗിച്ചത് കേട്ടവരാണ് നമ്മളെന്നും എത്ര വീറോടെ സംസാരിച്ച ആളാണ് ഇപ്പോൾ മനസാക്ഷിക്കുത്തോടെയാണ് സംസാരിക്കുന്നതെന്നും പിണറായി വിജയൻ പരിഹസിച്ചു. അതിന്റെ വിഷമം പ്രസംഗത്തിലുണ്ടെന്നും പിണറായി വിജയൻ പറഞ്ഞു. നിയമസഭയിൽ ഷംസുദ്ദീന്റെ പ്രസംഗത്തിന് പിന്നാലെയായിരുന്നു പിണറായി വിജയന്റെ വിമർശനം. ലജ്ജാകരമായ കീഴടങ്ങലാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റേത്. അധികാരത്തിൽ വന്നാൽ ഒഴുക്കി കളയുമെന്ന് പറഞ്ഞവർ എവിടെ പോയി? എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു പറഞ്ഞു നടന്നിരുന്നത്? വെറുതെ വിളിച്ചു പറഞ്ഞു നടന്നതുകൊണ്ട് കാര്യമില്ല. മുൻ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതുകൊണ്ട് വിഷമത്തിലായെന്നാണ് മന്ത്രി പറയുന്നത്. മുന്നോട്ടു പോക്ക് മാത്രമേ വഴിയുള്ളൂ എന്നാണ് മന്ത്രിയുടെ നിലപാട്. പിണറായി വിജയൻ പറഞ്ഞു. 2025 ഒക്ടോബർ മാസം വന്നതാണ് ധാരണാപത്രമെന്നും ഇതേവരെ ഈ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ പദ്ധതി നടപ്പാക്കിയിട്ടില്ല എന്നത് വസ്തുതയാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞതും കേരളത്തിൽ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണല്ലോ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പുതിയ സർക്കാർ തീരുമാനമെടുത്താലേ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കഴിയൂ. രഹസ്യമായി നടത്താനുള്ള കരുക്കൾ നീക്കുകയാണ് സർക്കാർ എന്നും അദ്ദേഹം വിമർശിച്ചു. ശാസ്ത ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. ആധുനിക രീതിയിലുള്ള ഓപ്പറേഷൻ തിയേറ്റർ, 24 മണിക്കൂറും ആംബുലൻസ് സർവീസ്, ആവശ്യക്കാർക്ക് വീടുകളിൽ ചികിത്സ. ശാസ്ത ഹെൽത്ത് കെയർ ആൻഡ് വെൽനസ് സെന്റർ, വാഴാനി റോഡ്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 8547024222. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ NE